Hi everyone, it's me Rahul. Welcome to my Trend FX my YouTube channel. സോ നമുക്ക് ഇന്നലെ നമ്മുടെ ഹീറോ ആരായിരുന്നു? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്മുടെ ഹീറോ ഈസ് എംഫസിസ് ആയിരുന്നു നമ്മുടെ ഹീറോ. കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ 9:25 ഏകദേശം 9:30 5 മിനിറ്റ് മുന്നേ 9:25 തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലോസ്ഡ് ആ ട്രേഡാണ് ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. എംഫസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എംഫസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു 9:25 ആൻഡ് എംഫസിസ് ഒരു ഹ്യൂജ് റാലി അത് തന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് എ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ, യു ക്യാൻ ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഫോർ ആൻ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല ട്രേഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് നിഫ്റ്റിയിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ 22,966 മുകളിൽ കയറിയാൽ നിഫ്റ്റി ഒരു പുഷ് മോളോട് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിക്ക്. ആൻഡ് നിഫ്റ്റി നോക്കിയാൽ അറിയാം, ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പം നിഫ്റ്റി ഒരു പുഷ് തന്നിട്ടുണ്ടായിരുന്നു. എൻട്രി അബോവ് 22,996. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇതിനകത്തോട്ട് തന്നെ പോവാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റിയും ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ കയറി 22,996 കണ്ടോ 996 മുകളിൽ കയറിയിട്ട് നിഫ്റ്റിയും ഒരു പുഷ് മുകളിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ വ്യൂ. നോ ഓവർ ട്രേഡ്, നോ നോയിസ്, നത്തിങ്. ഓക്കെ, അവിടെ നമ്മൾ അൺവാണ്ടഡ് ഒരുപാട് ട്രേഡ് കൊടുക്കുന്നില്ല, കൺഫ്യൂസ് ആക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് നിഫ്റ്റി ലെവൽസ് പോകുന്നത്, എങ്ങനെയാണ് ട്രേഡ്സ് മൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും അവിടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റിനെ ജസ്റ്റ് എന്നോടെപ്പോഴും പറയാറുണ്ട്, ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അറിയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുള്ളി എങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് അറിയായിരുന്നു. ഓക്കെ, ബട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ലെവൽസ് മാത്രം ചെയ്ത് ഒരു വീഡിയോ എപ്പോഴും കുറേ കാലമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. സോ നമുക്കറിയാം നിഫ്റ്റി ഒരു ചാനലിൽ നിന്നാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിനെ ഇവിടുന്ന് ഒരു ചാനൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ഈ ഒരു ചാനലിലാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്, ഈ ഒരു ചാനലിലൂടെയാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ നിഫ്റ്റി നമുക്കറിയാം ഈ ഒരു ചാനലിൻ്റെ ഏകദേശം ഈ ഒരു റേഞ്ച് വരുമ്പം നിഫ്റ്റി എപ്പോഴും ഒരു റിജക്ഷൻ കാണിക്കാറുണ്ട്. ഓക്കെ, സോ ഇവിടുന്നാണ് നിഫ്റ്റി മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്, വീണ്ടും ഈ ഒരു റേഞ്ചിലാണ് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. ഓക്കെ, നിഫ്റ്റി ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നൗ അത് ലാസ്റ്റ് ഈ ഒരു ഏരിയയിലൊന്നും കാണാത്ത ഒരു ബുള്ളിഷ്നെസ് ലാസ്റ്റ് ഒരു 1 2 3 4 ഡേയ്സിൽ നിഫ്റ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് സൈൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ ചാനൽ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ്, ഈ ഒരു ചാനലിൽ കൂടെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. സോ നമുക്ക് പെട്ടെന്ന് ലെവൽസൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ആൻഡ് സോ വീക്കിലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വീക്കിലി എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ലെവൽസ് സ്റ്റാർട്ട് ചെയ്യുക. സോ വീക്കിലിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഞാൻ ലാസ്റ്റ് വീക്കിൽ വരച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു മേജർ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിഞ്ഞിട്ടുള്ളത്. ഒരു മേജർ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേജർ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, എപ്പോഴും ഇവിടുന്ന് നിഫ്റ്റി എപ്പോഴും മുകളിലോട്ട് ഒരു പുഷ് ബാക്ക് തരുന്നുണ്ട്. സോ വീക്കിലി ക്യാൻഡിലിൽ ലാസ്റ്റ് 1 2 3 4 5 6 7 8 9 10 ലാസ്റ്റ് വീക്കിലൊന്നും കാണാത്ത ഒരു സിനാരിയോ ഈ വീക്കിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ബട്ട് വീക്കിലി ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ഈ തൽക്കാലം ഈ ട്രെൻഡ് ലൈൻ ഞാൻ മാറ്റുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. സോ ബട്ട് ലാസ്റ്റ് വീക്ക് ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രീവിയസ് വീക്ക് ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രീവിയസ് വീക്ക് ലോ ഒരുപാട് താഴെയാണ്. സോ അതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല. നമുക്ക് കറണ്ട് വീക്കിൻ്റെ ലോ യൂസ് ചെയ്യാം. ഓക്കെ, കറണ്ട് വീക്കിൻ്റെ ലോ യൂസ് ചെയ്യാം. ഓക്കെ, സോ 2 ദിവസം കൊണ്ട് തന്നെ നിഫ്റ്റി അത്യാവശ്യം നല്ലോണം മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു വീക്ക് ഉണ്ട് ഇതിൻ്റെ ഹൈ വരുന്നത്. സോ അത് നമുക്ക് ഒബിയസ്ലി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഡേയിലോട്ട് വരാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് സ്വിങ് ഹൈ നിങ്ങൾക്കറിയാം നമ്മൾ മാർക്കറ്റ് എങ്ങനെയാണ് നോക്കാറ്, സ്വിങ് ഹൈ സ്വിങ് ലോ, സ്വിങ് ഹൈ സ്വിങ് ലോ, അങ്ങനെ വെച്ച് നോക്കുമ്പം ദിസ് വാസ് ദ ലാസ്റ്റ് സ്വിങ് ഹൈ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്വിങ് ഹൈ. ഇവിടെ നിന്നാണ് മാർക്കറ്റ് താഴെ പോയിട്ട് മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് സ്വിങ് ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈക്കോളജിക്കൽ നമ്പർ ഓഫ് ആയ 23,000 മുകളിലും മാർക്കറ്റ് ഒരു ക്ലോസിങ് വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക്
ലെവൽസ് ലാസ്റ്റ് വരച്ചെത്തുമ്പോൾ എന്തെങ്കിലും ബാഡ് സിനാരിയോ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ബട്ട് ഇപ്പം കറൻ്റ്ലി ഹയർ ടൈം ഫ്രെയിമിൽ ഷോയിങ് എ ബുള്ളിഷ്നെസ്. ഓക്കെ, സോ നമുക്ക് ഡേ ഹൈ എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഡേ ഹൈ എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഈ ഡേ ഹൈയുടെ മുകളിൽ നമുക്ക് മേജറായിട്ട് റെസിസ്റ്റൻസ് വരുന്നത് എവിടെയാണ്? മേജറായിട്ട് വരുന്നത് 23,469. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ ആണ്. ബട്ട് ബിറ്റ്വീൻ ദീസ് നമുക്ക് ഒരു ഡേ ഹൈ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബിറ്റ്വീൻ ദീസ് ഇവിടെ നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഹൈ വരുന്നുണ്ട്. സോ അത് നമുക്ക് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 23,347. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ലാസ്റ്റ് 3-4 ഡേയ്സ് ആയിട്ട് ബുള്ളിഷ്നെസ് ഉണ്ട്. സോ നമുക്ക് 1 hour ക്യാൻഡിലോട്ട് പോവാം. 1 hour നമ്മുടെ അടുത്ത എൻട്രി ടൈം ഫ്രെയിം അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമായ 1 hourലോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? നിഫ്റ്റിയിൽ ഒരു മൈനർ ബുള്ളിഷ്നെസ് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്? നിഫ്റ്റിയുടെ ലാസ്റ്റത്തെ സ്വിംഗ് ഹൈ ഇതാണ്, ലാസ്റ്റത്തെ സ്വിംഗ് ലോ ഇതായിരുന്നു. സോ ലാസ്റ്റത്തെ സ്വിംഗ് ലോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ദിസ് ഈസ് എ മേജർ സപ്പോർട്ട്. സോ ലാസ്റ്റ് സ്വിംഗ് ലോ ആൻഡ് ലാസ്റ്റ് സ്വിംഗ് ഹൈയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. സോ നമ്മുടെ ലെവൽസ് എവിടെ നിന്നാണ് എടുത്തത്? ലെവൽസ് നമ്മൾ എടുത്തതെല്ലാം എവിടെ നിന്നാണ്? നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ലെവൽസ് എല്ലാം എടുത്തത്. ഓക്കെ, ആൻഡ് ഇന്ന് നമുക്ക് 1 hourലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് തന്നെ വരയ്ക്കാം. ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് നിഫ്റ്റി മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 29,950. ഓക്കെ, അതിൻ്റെ മുകളിൽ നിഫ്റ്റി അവിടെ നിന്നാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയുടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് എവിടെയാണ്? 23,186. ബിക്കോസ് ദിസ് ഇസ് എ ഹ്യൂജ് റെഡ് ക്യാൻഡിൽ. സോ ഇവിടുന്ന് ഒരു മേജർ സെല്ലിങ് നിഫ്റ്റിക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി സൈക്കോളജിക്കലി അതൊരു സെല്ലിംഗ് ആയിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ കുറച്ചൊന്ന് കയറ്റി ഡേ ഹൈ എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് 15 minutesലോട്ട് നമുക്ക് വരാം. നമ്മൾ എൻട്രി എടുക്കുന്ന ഫ്രെയിമിലോട്ട് വരാം. സോ എൻട്രി എടുക്കുന്ന ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് ലൈനും വരയ്ക്കാം. ഇവിടുന്ന് നിഫ്റ്റിക്ക് എന്ത് വരയ്ക്കാം? ഒരു ട്രെൻഡ് ലൈനും നമുക്ക് കൊടുക്കാം. ഓക്കെ, നിഫ്റ്റി ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈനും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് ഞാനൊരു ട്രെൻഡ് ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിൻ്റെ വ്യൂ. ഓവറായിട്ട് ഒരുപാട് ലൈൻസ് ഇല്ല, നോ കൺഫ്യൂഷൻസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നാണ് മൊത്തം ചാർട്ടും നോക്കിയത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിന്ന് ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഈ ഒരു ഫോർമേഷനിൽ നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നാളെ ഒബ്വിയസ്ലി ഐ തിങ്ക് നിഫ്റ്റി ഇപ്പോൾ നിഫ്റ്റിയുടെ താഴെയാണ് നിൽക്കുന്നത്. സോ നിഫ്റ്റി അതിൻ്റെ മുകളിലാണ്. സോ നാളെ ഒരു എക്സ്പെക്റ്റിംഗ് ഒരു ഗ്യാപ്പ് ഡൗൺ വിചാരിക്കുന്നുണ്ട്. സോ ഗ്യാപ്പ് ഡൗൺ ആയാലും നമ്മൾ നിഫ്റ്റിയിൽ ബൈ ഓൺ ദ ഡീപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ഓൺ ദ ഡീപ്പ് നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു ലോ എല്ലാം ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് പോകുന്നില്ലെങ്കിൽ ഈ ഒരു ലോ ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഈ ഒരു മേജർ സപ്പോർട്ട് ഇതിൻ്റെ ഉള്ളിൽ 22,800 ഉള്ളിൽ നിഫ്റ്റിനെ കിട്ടുകയാണെങ്കിൽ 22,800 ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് നോക്കാം. ഓക്കെ, അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഡിപ്പെൻഡ് അക്കോർഡിംഗ്ലി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ലെവലെല്ലാം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഒരു എങ്ങനെയാണോ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. സോ കീപ്പ് ലേണിംഗ് ആൻഡ് പഠിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അൺവണ്ടറായിട്ട് ഒരുപാട് ട്രേഡ് ചെയ്ത് ലോസ് ചെയ്യാതെ. ഓക്കെ, ആൻഡ് ഇതേപോലെ നല്ല ട്രേഡ്സും ഇതുപോലെ ലെവൽസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ സബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. സോ ഗുഡ് നൈറ്റ്. നാളെ കാണുന്നവരെ ബൈ.